അപ്പോൾ ഞങ്ങൾ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് വന്നാണ്ട് കേസ്. അപ്പോൾ എന്തായാലും ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും മിസ്സാക്കാൻ പറ്റാത്തൊരു സ്ഥലമാണല്ലോ ഗുരുവായൂർ ആനക്കോട്ട. അപ്പോൾ ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം 2-3 കിലോമീറ്റർ അകലെയുള്ള കോട്ടപ്പടിയിലാണ് പുന്നത്തൂർ കോട്ട സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈ കാണുന്ന അവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അഡൽസിന് 20 രൂപയും ചിൽഡ്രൻസിന് 10 രൂപയാണ് കേട്ടോ. പിന്നെ അതുകൂടാതെ വയ്യാത്തവർക്കും നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വയസ്സായവർക്കൊക്കെ ഈ ബഗ്ഗി സൗകര്യം കൂടി ഇപ്പോൾ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ അതിനുള്ള ചാർജ് 30 രൂപയാണ്. അതും കൂടി എടുത്താൽ തന്നെ നമുക്ക് ബഗ്ഗിയിൽ പോകാൻ പറ്റുള്ളൂ കേട്ടോ. പണ്ട് കാലത്ത് പുന്നത്തൂർ രാജാക്കന്മാരുടെ കൊട്ടാരവും കോട്ടയും ആയിരുന്നു കേട്ടോ ഈ പുന്നത്തൂർ കോട്ട. പിന്നീട് ഗുരുവായൂർ ദേവസ്വം ഈ സ്ഥലം സ്വന്തമാക്കുകയും ആനകളെ പരിപാലിക്കുന്ന കേന്ദ്രമാക്കി മാറ്റുകയും ചെയ്യുകയായിരുന്നു. 1975 ജൂൺ 25-നാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ആനകളെ പുന്നത്തൂർ കോട്ടയിലേക്ക് മാറ്റിയത്. അന്ന് പ്രശസ്തനായ ഗുരുവായൂർ കേശവൻ ഉൾപ്പെടെ 20 ആനകൾ ഘോഷയാത്രയായി ഇവിടെ എത്തിയിരുന്നു. ഇന്ന് ഈ സ്ഥലം ആനക്കോട്ട എന്ന പേരിലാണ് കൂടുതൽ അറിയപ്പെടുന്നത്. ഗുരുവായൂരപ്പന് ഭക്തർ വഴിപാടായി സമർപ്പിക്കുന്ന ആനകളെ ഇവിടെ പരിപാലിക്കുകയും ക്ഷേത്രത്തിലെ വിവിധ ചടങ്ങുകൾക്കും ഉത്സവങ്ങൾക്കും ആവശ്യമായ പരിശീലനം നൽകുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. നിരവധി സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഈ പുന്നത്തൂർ കോട്ട. പുന്നത്തൂർ കോട്ടയുടെ മറ്റൊരു പ്രത്യേകത ഇവിടെയുള്ള പഴയ നാലുകെട്ടും ചരിത്രപരമായ കെട്ടിടങ്ങളുമാണ്. അപ്പോൾ നമ്മൾ ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് എത്തുന്നവർക്ക് ഗുരുവായൂരപ്പൻ്റെ ആനകളെ അടുത്ത് നിന്ന് കാണാൻ കഴിയുന്ന ഒരു വ്യത്യസ്ത അനുഭവമാണ് ആനക്കോട്ട നൽകുന്നത്. ചരിത്രവും വിശ്വാസവും ആനകളോടുള്ള കേരളത്തിൻ്റെ സംസ്കാരവും ഒരുമിച്ച് കാണാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് പുന്നത്തൂർ കോട്ട. അപ്പോൾ ബഗ്ഗി സൗകര്യം തുടങ്ങിയ ശേഷം ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ഗുരുവായൂർ പുന്നത്തൂർ കോട്ടയിൽ വരുന്നത്. അപ്പോൾ എന്തായാലും നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും വയസ്സായ ആളുകൾക്കൊക്കെ നമുക്ക് സൗകര്യകരമായ ആനകളെയൊക്കെ കണ്ട് നേരിട്ട് അവർ ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും കുറച്ച് നേരം നിർത്തി തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ആനകളുടെ കാഴ്ചകളും ഈ പുന്നത്തൂർ കോട്ട ഒരുപാട് നടക്കാനുണ്ട്. അപ്പോൾ എന്തായാലും ഈ ബഗ്ഗി സൗകര്യം വളരെ ഉപകാരപരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഗുരുവായൂർ വരുന്നവർ ഒരിക്കലെങ്കിലും വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ് ഈ പുന്നത്തൂർ ആനക്കോട്ടാട്ട. ഏകദേശം 35-ൽ പരം ആനകളാണ് ഇവിടെ ഉള്ളതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരുപാട് ആളുകൾ, കുട്ടികൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടത്തോടു കൂടി നോക്കി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഈ ബഗ്ഗിയിൽ പോകുമ്പോൾ കാണുന്നത്. അപ്പോൾ ഒരുപാട് വ്യത്യസ്ത തരം കാഴ്ചകളാണ് ഈ ആനക്കോട്ടയിൽ കാണാൻ പറ്റുന്നത്. ഓരോ ആനകളും ഓരോ രീതിയിലാണ് നിൽക്കുന്നത്. ചിലത് ചെവിയാട്ടിക്കൊണ്ട് ശാന്തമായി നിൽക്കുന്നത് കാണാം, ചില ആനകൾ തലയാട്ടിക്കൊണ്ട് നിൽക്കുന്നത് കാണാം. അങ്ങനെ ഒരുപാട് തരം വ്യത്യസ്തമായ കാഴ്ചകളാണ് നമുക്കിവിടെ വന്നാൽ കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യട്ടെ ഗൈസ്. പിന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടെ ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് പാലക്കാടിലെ മറ്റ് വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.